എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കോളേജ് പഠനകാലത്തുണ്ടായ ഒരു സംഭവം ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നു. എൻ്റെ സീനിയറായി ആ കോളേജിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി വളരെ നല്ല ഒരു ബോഡി ബിൽഡർ ആയിരുന്നു. നല്ല ഒത്ത ശരീരം, നല്ല ആകാര സൗഷ്ഠവം, 6 പാക്ക് ബോഡി. അന്നത്തെ കാലത്ത് ഒരു പശുവായിരുന്നു ഞാൻ ആരാധനയോടെ അയാളെ നോക്കി നിന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് തലങ്ങളിൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ ആയിരുന്നു അദ്ദേഹം. പഠനം പൂർത്തിയായാലുടൻ എവിടെയെങ്കിലും സ്പോർട്സ് കോട്ടയിൽ അയാൾക്ക് നല്ല ജോലി ലഭിക്കും, അയാളുടെ ഭാവി നല്ല മനോഹരമായിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഒരു ദിവസം ഉണ്ടായ ഒരു അപ്രതീക്ഷിത സംഭവത്തിൽ വളരെ മനോഹരമായി തീരേണ്ടിയിരുന്ന അയാളുടെ ഭാവി തകർന്നടിഞ്ഞു. ഒരു ദിവസം വിദ്യാർത്ഥികൾ താമസിക്കുന്ന ലോഡ്ജിന്റെ ഒരു സമീപവാസിയുമായി ഒരു വിദ്യാർത്ഥി എന്തോ തർക്കത്തിൽ ഏർപ്പെട്ടു. അത് വാഗ്വാദമായി മാറി. അതിനിടയിലേക്ക് ഇദ്ദേഹവും ചെന്നുപെട്ടു. വാഗ്വാദം കയ്യാങ്കളിയിലേക്ക് നീങ്ങി യാദൃശ്ചികമായി ഇയാളുടെ കൈകളിൽപ്പെട്ട് സമീപവാസിയായ ആ യുവാവ് മരണപ്പെട്ടു. ഒന്നും പ്രീ പ്ലാൻഡ് അല്ല, ഒന്നും മനഃപൂർവ്വമല്ല. ആ പ്രത്യേക സാഹചര്യത്തിൽ സംഘർഷത്തിനിടയിൽ യാദൃശ്ചികമായി സംഭവിച്ചു പോയതാണ്. നിമിഷ നേരം കൊണ്ട് ഒരു കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു. വളരെ സുന്ദരമായ ഒരു ഭാവി ഉണ്ടാകേണ്ടിയിരുന്ന വിദ്യാർത്ഥി ഒരു കൊലയാളിയായി മാറി. ബാക്കി കാര്യം എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. മറ്റൊരു സംഭവം, വിദേശത്ത് നല്ല ശമ്പളത്തിൽ ജോലി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ തന്റെ സുഹൃത്തുക്കളോടൊപ്പം കറങ്ങുന്നതിനിടയ്ക്ക് ഒരു തട്ടുകടയിൽ ഫുഡ് കഴിക്കുന്ന സന്ദർഭത്തിൽ ഓംലെറ്റ് ലഭിക്കുവാൻ താമസിച്ചതിനെ ചൊല്ലി കടക്കാരനുമായി തർക്കത്തിലേർപ്പെട്ടു. ആ ബഹളത്തിൽ മറ്റൊരു കൂട്ടർ ഇടപെട്ടു. സംഘർഷമായി മാറി. സംഘർഷം കയ്യാങ്കളിയിലേക്ക് നീങ്ങി. ഒടുവിൽ ആ ചെറുപ്പക്കാരന്റെ തലയിൽ സോഡാക്കുപ്പി കൊണ്ടുള്ള അടിയേറ്റു. തല പൊട്ടി, രക്തം ചീറ്റി, ബോധരഹിതനായി അദ്ദേഹം താഴെ വീണു. തുടർന്ന് 3 മാസത്തോളം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വന്നു. ട്രീറ്റ്മെന്റിന് ശേഷവും തുടരുന്ന കടുത്ത തലവേദനയാൽ IT ജോലി ചെയ്യുവാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി. ഒടുവിൽ വിദേശത്തുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന ധാരാളം വ്യക്തികളെ നമ്മുടെ ഇടയിൽ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. നിസ്സാര കാര്യങ്ങളിൽ, ഒഴിവാക്കാമായിരുന്ന കാര്യങ്ങളിൽ ഇടപെട്ട് വലിയ ദുരന്തങ്ങളിലേക്കും തകർച്ചയിലേക്കുമൊക്കെ നിപതിക്കുന്ന ധാരാളം പേർ നമ്മുടെ ഇടയിലുണ്ട്. ജയിലുകളിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്നവരിലും ഇത്തരം വ്യക്തികളുണ്ട്. ഒരു നിമിഷ നേരം സംയമനം പാലിക്കുവാൻ സാധിക്കാതെ ആത്മനിയന്ത്രണമില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കുറ്റവാളിയായി തീർന്ന് തങ്ങളുടെ ജീവിതവും തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതവും ദുരിതത്തിലാക്കിയവർ ഉണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആത്മനിയന്ത്രണം പാലിക്കുവാൻ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവേകപൂർവം, പക്വതയോടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ നാം ശ്രദ്ധിക്കണം. ചില സന്ദർഭങ്ങളിൽ അല്പം താണുകൊടുക്കുന്നത്, ചില സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവായി പോകുന്നതൊക്കെ നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിൽ വന്നു ചേരാവുന്ന വലിയ ദുരന്തങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് നമ്മെ സഹായിക്കും. പ്രകോപനങ്ങളെ എങ്ങനെ സമർത്ഥമായി മാനേജ് ചെയ്യാം എന്നുള്ളതിന് ഞാൻ മുമ്പൊരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുവാൻ ശ്രദ്ധിക്കുമല്ലോ. നിസ്സാര കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ വെല്ലുവിളിച്ച് സ്വന്തം മിടുക്ക് കാണിക്കുവാൻ ശ്രമിക്കുന്നവർ ഇത്തരം സംഭവങ്ങൾ അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് ഏറെ നല്ലതാണ്. എല്ലാവർക്കും ജീവിതത്തിൽ ആത്മസംയമനം എന്ന നല്ല ഗുണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും ഐശ്വര്യവും മംഗളങ്ങളും ദൈവാനുഗ്രഹവും പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.